ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്നും ടെലിവിഷൻ ചാനലുകളുടെ ശ്രദ്ധാകേന്ദ്രം പി വി അൻവർ തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ പി വി അൻവർ തൃശങ്കുവിലായ ഒരവസ്ഥയുണ്ട്. അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കൊത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും അവസാനം പി വി അബ്ദുൽ വഹാബ് പറയുന്നു മുസ്ലിം ലീഗ് ഒരു മീഡിയേഷൻ നടത്തി UDFിൻ്റെ കൂടെ പി വി അൻവറിനെ കൊണ്ടുപോകും എന്നാണ്. പി വി അൻവറിനത് ആശ്വാസമാകുമോ എന്നറിയില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത്തരം വാർത്തകൾ കണ്ട് ചെടിക്കുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ചെടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. നമുക്ക് ചില മറുമരുന്നുണ്ട്. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലമ്പൂരിൽ അൻവറിന് UDF വഴങ്ങിയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന UDF തീരുമാനം. UDFുമായി സഹകരിക്കുന്നതിൽ പി വി അൻവറിന് തീരുമാനമെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഹകരിച്ചാൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. UDF നേതൃയോഗത്തിന് ശേഷം VD സതീശൻ കൃത്യമായി പറഞ്ഞ കാര്യം ഇതാണ്. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. പ്രതിപക്ഷ നേതാവ് UDF തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷവും ആര്യാടൻ ഷൗക്കത്തിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താനെന്ന് പി വി അൻവർ വാർത്താലേഖകരോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് താൻ അഭിപ്രായം പറഞ്ഞത്. തൃണമൂൽ നിലവിൽ UDFിന്റെ ഭാഗമല്ലെന്നും ഭാഗമാകുമ്പോൾ മുന്നണിയുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കുമെന്നും പി വി അൻവർ പറഞ്ഞു. മിനിഞ്ഞാന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ UDFിന്റെ പാർട്ടായിട്ടില്ല. പി വി അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, UDFിന്റെ ഭാഗമാകുമ്പോൾ UDFിന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പി വി അൻവർ UDFിനെ ഒപ്പം ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് PB അബ്ദുൽ വഹാബിന്റെ പ്രതികരണം ഉണ്ടായത്. എന്തിനാ റോള്? അൻവർ ഇതിന്റെ ഇന്റഗ്രൽ പാർട്ടല്ലേ, ഉണ്ടാവും. പി വി അൻവറും മുസ്ലിം ലീഗും തമ്മിൽ നടത്തിയ രണ്ടാം ചർച്ചയിലും സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വിപിൻ C വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. വിപിൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇതുവരെ പി വി അൻവറിന്റെ പോസ്റ്റിൽ ഗോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ സെൽഫ് ഗോൾ അടിക്കേണ്ട അവസ്ഥയായോ കാര്യങ്ങൾ? താങ്ക് യു SKN. ഇന്നിപ്പോൾ UDFിന്റെ നേതൃയോഗത്തിന് ശേഷവും അതൊരു പോസിറ്റീവിലേക്ക് അവസാനിച്ചിട്ടില്ല, ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമുള്ളത്. പ്രധാനമായും ഈ നേതൃയോഗത്തിന് ശേഷം PV അബ്ദുൽ വഹാബ് MP വീട്ടിൽ വെച്ച് മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കളും PV അൻവറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. ഇപ്പോൾ UDF PV അൻവറിന്റെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രഖ്യാപിക്കാം. അതിനുശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണിയുടെ ഭാഗമാക്കാം, ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം, അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. എന്നാൽ ഘടകകക്ഷിയാക്കാം എന്നുള്ള തീരുമാനം ഇതിനു മുൻപ് തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷവും ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ഈ മുന്നണിയുടെ ഭാഗമാക്കണം എന്നതിലേക്ക് അതാണ് ആവശ്യം എന്നുള്ളതാണ് PV അൻവർ അവരുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മൂപ്പിളമ തർക്കം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ UDFിനെ സംബന്ധിച്ച് അവർ പ്രധാനമായും പറയുന്നത്, ആദ്യം ഈ തൃണമൂൽ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഘടകകക്ഷിയാക്കി മാറ്റാം എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു സമവായ ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല. എത്രയും വേഗം മുന്നണിയുടെ ഭാഗമാക്കണം, അല്ലെങ്കിൽ അതിലൊരു ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതാണ് PV അൻവർ ആദ്യം മുതൽ തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഈ 2 ദിവസത്തിനുള്ളിൽ UDF അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. തുടർ ചർച്ചകൾ നടക്കും, അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലായിരിക്കും എന്നുള്ളത് ഇപ്പോൾ അബ്ദുൽ വഹാബ് MP തന്നെ വ്യക്തമാക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇനി എന്തായിരിക്കും ഭാവി
എന്നതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടാവുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പിണറായി സത്തെ തോൽപ്പിക്കും, അതിനുവേണ്ടി അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നു, അങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ അപ്രതീക്ഷിതമായി UDF അതുവരെയും എല്ലാ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ UDF കണ്ടെത്തിയ ആര്യട ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു വിജയസാധ്യത ഇല്ല എന്ന് പറയുകയും അത് വലിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കുകയും ഇപ്പോഴും അതിൻ്റെ പൊട്ടിത്തെറി UDF-ൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഘടകകക്ഷിയാക്കി നിർത്താം ഇപ്പോൾ എന്നുള്ളതിലേക്ക് PV അൻവർ അതിന് വഴങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 30-ാം തീയതി മഞ്ചേരിയിൽ വെച്ചാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃയോഗമുള്ളത്. ആ കൂടിയാലോചനയ്ക്ക് ശേഷം അറിയിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഈ മുസ്ലിം ലീഗ് ഒക്കെ ആയിട്ടുള്ള തുടർ ചർച്ചകൾ നടക്കുകയും ചെയ്യും. അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പക്ഷേ അത്തരത്തിലുള്ള ഒരു ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ മാരത്തോൺ ചർച്ചകൾ എന്ന് തന്നെ പറയാവുന്നു. UDF-ന്റെ പ്രതിനിധികളായി കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഒതായിലെ വീട്ടിലെത്തുകയും PV അൻവറുമായി സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് ഈ അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ളതിലാണ്. അതിന് ഇവർ വഴങ്ങുന്നുമില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. വിജയനാണ് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും PV അൻവറിന്റെ കാര്യത്തിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല. കാരണം അത്രയ്ക്ക് എളുപ്പമെടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല UDF-നെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ആവശ്യപ്പെടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകളുണ്ടായി. UDF-ആണ് ചർച്ചകൾ പലതും നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയെ PV അൻവർ നേരിൽ കണ്ട് നിലപാട് അറിയിച്ചു. അൻവറുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുകയും ചെയ്തു. മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും ചർച്ചകളുടെ ഭാഗമായി. UDF ഘടകകക്ഷിയാക്കണം എന്ന നിലപാടിൽ അൻവർ ഉറച്ചു നിന്നതോടെ ഈ ചർച്ചകളെല്ലാം പൊളിഞ്ഞു പാളിച്ചായി. തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ 48 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അൻവർ പക്ഷം നിലപാട് കടുപ്പിച്ചത് ഇന്ന് രാവിലെ. ഇതോടെ കലങ്ങിമറിഞ്ഞത് UDF ക്യാമ്പാണ്. അൻവർ പോയാൽ പോട്ടെ എന്ന് ഒരു വിഭാഗം, ആ പോക്കിൽ നിലമ്പൂർ കൂടി പോകുമോ എന്ന ആശങ്ക പങ്കുവച്ച് മറുവിഭാഗവും. ഒടുവിൽ അൻവറിനെ അങ്ങനെ കൈവിടണ്ട എന്ന് ചർച്ചകൾ. 10 മണിയോടെ അൻവർ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കാരാത്തോട് വീട്ടിലെത്തി. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക വിരാട് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ UDF-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥ ചർച്ച നടത്തുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. എല്ലാം UDF ചർച്ച ചെയ്യട്ടെ. UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും, അതിലെന്താ സംശയം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ആശയവിനിമയം നടത്തി ഇനി പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കും. കഴിഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അൻവർ ഒതായിലേക്ക് എത്തിയപ്പോഴേക്കും പുറകെ UDF നേതാക്കളും എത്തി. സുഹൃത്തുക്കളായ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, CMP നേതാവ് വിജയകൃഷ്ണൻ തുടങ്ങിയവരെത്തി. 1.5 മണിക്കൂർ ചർച്ച. സൗഹൃദ സന്ദർശനമെന്ന് നേതാക്കൾ. ഞങ്ങൾ ഇന്നൊന്നും തുടങ്ങിയല്ല, ഒരു 2-3 മാസമായി 3-4 മാസമായി ഞങ്ങൾ നിരന്തരം കൂടിക്കാഴ്ച കാണുന്ന നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം UDF ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം UDF നേതൃത്വമാണ്. അൻവറിന്റെ ഉപാധികൾക്ക് വഴങ്ങാതെ വേണമെങ്കിൽ അൻവറിന് UDF-മായി സഹകരിക്കാമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതോടെ PV അൻവർ പ്രതിരോധത്തിലായി. ഞാൻ 2 ഡേയ്സ് പറഞ്ഞല്ലോ, 1 ഡേ അല്ലേ ആയിട്ടുള്ളൂ. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി നിർത്താമെന്ന പഴയ വാഗ്ദാനം തന്നെ പുതുക്കുകയായിരുന്നു നേതാക്കൾ. അൻവർ UDF-ന് മുന്നിൽ വെച്ച സമയപരിധി തീരാൻ ഇനി 1 ദിവസം കൂടി ബാക്കിയുണ്ട്. പക്ഷേ UDF ഇപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അൻവർ എന്തു ചെയ്യും? ടീം 24 നിലമ്പൂർ. അൻവറിനോട് ഈ ചോദ്യം വിജയൻ ചോദിച്ചിരുന്നെങ്കിൽ അൻവർ എന്തും ചെയ്യും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞെന്ന് വരും. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പറേയും മക്കളെയും കാണാതായി എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് കാണാതായ പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ മക്കളെയും കണ്ടെത്തി. എറണാകുളത്ത് നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. എങ്ങനെയാണ് ഇവരെ കാണാതായത് എന്നത് കുറച്ചുകൂടി കാത്തിരുന്നാലേ നമുക്ക് വിവരങ്ങൾ ലഭിക്കൂ. മൂസ പറയുന്നു, ചാനലുകൾ അൻവർ പ്രശ്നം ഒരു ദേശീയ പ്രശ്നമാക്കി മാറ്റി. എന്തിനാണ് ഇത്ര പ്രാധാന്യം? രാവിലെ മുതൽ കേട്ട് മടുത്തു എന്നാണ് പറയുന്നത്.
നിങ്ങൾക്ക് മടുപ്പുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം. കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. ചെകുത്താൻ തോടിന് സമീപമാണ് മണ്ണിടിച്ചിൽ. ഗതാഗതം തടസ്സപ്പെട്ടു. പാതയിലെ മണ്ണും കല്ലുകളും നീക്കം ചെയ്യാൻ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ പൂപ്പറമ്പ. ഇത് കണ്ണൂർ വയനാട് പാതയാണ്. പാൽച്ചുരം കൊട്ടിയൂരിൽ നിന്ന് അതോടൊപ്പം തന്നെ ബോയ്സ് ടൗൺ റോഡ് വരെയുള്ള കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയാണ്. അതിൽ ചെകുത്താൻ തോടിന് സമീപമാണ് ഈ പാൽച്ചുരത്തിൽ ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. മണ്ണ് മാത്രമല്ല, വലിയ കല്ലുകളൊക്കെ ഈ റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. വലിയ അപകടമാണ് ഒഴിവായത്. ആ സമയത്ത് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടം ഒഴിവായത്. പൂർണ്ണമായും ഈ പാതയിൽ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരു വാഹനങ്ങളെയും ഇരുവശങ്ങളിൽ നിന്നുമായി ഇപ്പോൾ പോലീസ് കടത്തിവിടുന്നില്ല. ഈ മണ്ണും കല്ലുകളും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. JCB ഉൾപ്പെടെ അവിടെ എത്തിച്ച് ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ശക്തമായ മഴ പെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഇതിന് തൊട്ട് സമീപം ഏകദേശം ഒരു 500 മീറ്റർ സമീപം മറ്റൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ചെറിയ മണ്ണിടിച്ചിൽ മാത്രമാണ്. പെട്ടെന്ന് തന്നെ മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഇന്ന് വൈകിട്ട് ഒരു 7:30 ഉണ്ടായിട്ടുള്ളത്. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എപ്പോഴും അവിടെ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ശ്രീലച്ചു പറയുന്നു. SK ഒരു കാര്യം പറഞ്ഞോട്ടെ, മാധ്യമപ്രവർത്തകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകും. തിരുവനന്തപുരം ബ്യൂറോയിൽ ഒരു കാര്യം, ഒരു ജനകീയ പ്രശ്നം 2 തവണ അറിയിച്ചു, എന്നിട്ട് പ്രതികരണം ഉണ്ടായില്ല. ഞാൻ അന്വേഷിക്കാം എന്താണ് താങ്കൾ ഉന്നയിച്ച ജനകീയ പ്രശ്നമെന്ന് എനിക്ക് അറിയില്ല. അതുകൂടി അറിഞ്ഞാൽ കുറച്ച് എളുപ്പമായി. ഇനി മൂഴിയാർ എന്ന വിവരം. പത്തനംതിട്ട മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നതുകൊണ്ട് കക്കാട്ടാറിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന അറിയിപ്പ് വന്നിരിക്കുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ ഒരു ഷട്ടർ 5 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഒരു സാഹചര്യത്തിലും നദിയിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. EV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയത് എപ്പോഴാണ്? അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പറയൂ. ഒരു ഷട്ടർ 5 സെന്റിമീറ്റർ നിലവിൽ തുറന്നിരിക്കുന്നത്. ഈ ഷട്ടർ തുറന്ന ഒരു സാഹചര്യത്തിൽ കക്കാട്ടാറിന്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും നദിയിൽ ഇറങ്ങരുത്. ഇന്ന് വൈകിട്ട് 8 മണി വരെയുള്ള കണക്കനുസരിച്ച് നദിയിൽ 190.02 മീറ്റർ ആണ് ഡാമിലെ ജലനിരപ്പ്. പരമാവധി ജലനിരപ്പ് 192 അതുകൊണ്ട് തന്നെ ഡാമിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കൂടിയാൽ, വനത്തിൽ ഉൾപ്പെടെ മഴ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഈ മൂഴിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ആനമുഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കക്കാട്ടാറിന്റെ തീരപ്രദേശങ്ങളിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം, നദികൾ ഇറങ്ങുന്നത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്നൊരു നിർദ്ദേശം ഭരണകൂടം നൽകിയിരുന്നു. ജാഗ്രത പുലർത്തണം നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഡാമിന്റെ ഷട്ടറുകൾ വൈകിട്ടോടുകൂടിയാണ് തുറന്നത്. മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. 3 ഷട്ടറുകളാണ് ഈ ഡാമിന് ആകെയുള്ളത്. അതിൽ ഒരു ഷട്ടറാണ് ഇപ്പോൾ നിലവിൽ 5 സെന്റിമീറ്റർ തുറന്നു വെച്ചിരിക്കുന്നത്. മറ്റു 2 ഷട്ടറുകൾ കൂടിയുണ്ട് ഡാമിന്. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറിലും ഒപ്പം പമ്പാ നദിയിലും ജലനിരപ്പ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിൽ ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. കൂടുതൽ മലയോര മേഖലകളിലാണ് മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ മരം വീണും KCBയുടെ പോസ്റ്റുകൾ തകർന്നും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ഇപ്പോഴും ഇല്ല എന്നൊരു അവസ്ഥയാണുള്ളത്. KCB പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും മലയോര മേഖലയായതിനാൽ തന്നെ ഈ വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിക്കാൻ വലിയ തോതിലുള്ള പെടാപ്പാടാണ് KCB ഉദ്യോഗസ്ഥർ ഇതാവുന്നത്. ഇന്ന് രാവിലെ ഉൾപ്പെടെ ജനങ്ങൾ പല KCB ഓഫീസുകളിലും വലിയ പ്രതിഷേധമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ജില്ലയിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ്. EV ജയശങ്കറാണ് വിവരം നൽകിയത്. എന്തായാലും മൂഴിയാറിന്റെ ഷട്ടർ 5 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
അതിൻ്റെ അടുത്ത് ഇരുകരകളും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നാണ് ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കക്കാട്ടാറിൻ്റെ ഇരുകരകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഈ മാസം 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകുമെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ 24-നോട് പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി എന്ന് അവർ പ്രചാരണമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇനി എന്താ തീരുമാനം? ഒട്ടും വൈകില്ല, 30-ാം തീയതി കൂടി LDF സ്ഥാനാർത്ഥി അറിയും. അപ്പോൾ LDF യോഗം വിളിച്ചിട്ടാണോ അങ്ങനെ? അതെ, LDF ആണ് തീരുമാനിക്കുക. LDF കമ്മിറ്റി ചേർന്ന് LDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. തീരുമാനിച്ച സെക്കൻഡിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കും. ഇതെല്ലാം അന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ ഒറ്റക്കല്ലല്ലോ. LDF കൂട്ടിയായിരുന്നിട്ടൊരു തീരുമാനം എടുത്ത് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ പ്രഖ്യാപിക്കും. വനിതാ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാം. ഇതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ ആരാ സ്ഥാനാർത്ഥി എന്നുള്ളത്. ഞങ്ങൾ കൂട്ടായിരുന്ന് ആലോചിക്കും ആരാണോ ഉചിതമായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഉചിതമായിട്ടുള്ളതുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. എന്തായാലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് പരിഗണിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥി വേണോ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയാണ് തീരുമാനമെടുക്കുക. സ്ഥാനാർത്ഥി നിർദ്ദേശത്തിന് അംഗീകാരം നൽകാൻ വെള്ളിയാഴ്ച വൈകുന്നേരം LDF യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. R. ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്. പ്രൈം ടൈമിലേക്ക് ശ്രീജിത്തിന് സ്വാഗതം. KK ശൈലജ ടീച്ചറിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യം? SKN CPIMന്റെ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്. എങ്കിലും LDF യോഗം ചേർന്നായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നത്. സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി വെള്ളിയാഴ്ച രാവിലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ചേരും. നിരവധി പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്നത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം M. സ്വരാജ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്. ഈ പേരുകളാണ് ഏറ്റവും പ്രധാനമായും CPM പരിഗണിക്കുന്നത്. ഇതിൽ ആര് വേണമെന്ന കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം നിലപാടുകൾ നിർണായകമാകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആശയവിനിമയങ്ങൾ CPM സജീവമായി നടത്തുന്നു. ഈ CPM സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 LDF നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. ഈ LDF നേതൃയോഗത്തിൽ CPIMന്റെ തീരുമാനം, സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനം റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടത്തിന് പറ്റുന്ന സ്ഥാനാർത്ഥിയെ വേണം എന്ന തരത്തിലുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ അതല്ല, സാമുദായിക സമവാക്യങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളും ചേരുന്ന ഒരു സ്ഥാനാർത്ഥി വേണമെന്ന അഭിപ്രായമുണ്ട്. ഈ കാര്യത്തിൽ ഏത് വേണമെന്ന തീരുമാനമായിരിക്കും സംസ്ഥാന സെക്രട്ടറി കൈക്കൊള്ളുക. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രഥമ പരിഗണന വഴിക്കടവ് എന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയുടെ പേരിനാണ്. ഓക്കെ, R. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ നിന്ന് അലി അക്ബർ പറയുന്നു, SKN ഒരു ന്യൂസ് തന്നെ ഏറെ നേരം കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. വേറെ ന്യൂസ് കാണിച്ചാൽ ആളുകൾക്ക് ഹാപ്പിയാകും. എന്നാൽ ആളുകൾ ഹാപ്പിയാവുന്ന രീതിയിൽ നമ്മൾ അൻവറിൻ്റെ ന്യൂസ് മാറ്റി പിടിക്കുകയാണ്. മാസപ്പുറ കാണാത്തതുകൊണ്ട് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 7-ാം തീയതി, ദുൽഹിജ 1 മറ്റന്നാൾ, ജൂൺ 6 വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു പ്രൈം ടൈമിൽ. അഭിജിത്ത് പറയൂ, പ്രൈം ടൈമിൽ കാര്യങ്ങൾ. SKN കേരളത്തിൽ ഇന്ന് മാസപ്പിറ കണ്ടില്ല. അതോടുകൂടി ദുൽഹജ്ജ് മാസം ആരംഭിക്കുക മറ്റന്നാളായിരിക്കും. ഇതോടെ ബലിപെരുന്നാൾ കേരളത്തിൽ ജൂൺ 7 ശനിയാഴ്ചയാണ് ഉണ്ടാവുക. ഇനി വരുന്ന 10 ദിവസം അത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വിശ്വാസത്തോടു കൂടി അനുഷ്ഠിക്കുന്ന 10 ദിവസങ്ങളാണ് ഇനി കടന്നു വരാനായി പോകുന്നത്. ത്യാഗത്തിൻ്റെയൊക്കെ സ്മരണകൾ ഉയർത്തി പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ സ്മരണകളുമായാണ് ബലിപെരുന്നാൾ ദിവസം കടന്നു വരാൻ പോകുന്നത്. ജൂൺ 6-നായിരിക്കും അറഫ നോമ്പുണ്ടാവുക. അങ്ങനെ ഈ വരുന്ന 10 ദിവസവും വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി കഴിയും. അങ്ങനെ ജൂൺ 7-നായിരിക്കും ഈ കേരളത്തിൽ നിലവിൽ ഇപ്പോൾ ബലിപെരുന്നാൾ ആഘോഷിക്കുക. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന. മറ്റൊരു വാർത്തയ്ക്കായി കോട്ടയത്തേക്ക്. അതിരമ്പുഴയിൽ നിന്ന് കാണാതായ പഞ്ചായത്ത് മെമ്പർ ICI മക്കളെയും കണ്ടെത്തി. എറണാകുളത്ത് നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇവരെ അവിടെ നിന്ന് മാറാൻ കാരണം? ഈ എറണാകുളത്ത് നിന്ന് കണ്ടെത്തുമ്പോൾ എവിടെ നിന്നാണ് എക്സാക്ട്ലി അവരെ ലഭിച്ചത്? SKN അല്പസമയം മുമ്പാണ് ഇവരെ എടപ്പൽ
എടപ്പള്ളിയിലെ, അതായത് എടപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ നിന്നും അമ്മയെയും മക്കളെയും കണ്ടെത്തിയത്. പോലീസ് കോട്ടയത്ത് നിന്ന് പോയ, ഏറ്റുമാനൂരിൽ നിന്ന് പോയ പോലീസ് സംഘമാണ് ഇവരുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് ഇവരുടെ അടുത്തേക്ക് എത്തുകയും അവരെ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഒരു ആശ്വാസ വാർത്തയെന്ന് പറയാം. കാരണം അല്പം ടെൻഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഒരു വാർഡ് കൗൺസിലർ, അതിരമ്പുഴ പഞ്ചായത്തിലെ 20ാം വാർഡ് കൗൺസിലറാണ് ഐസി സാർ എന്ന് പറയുന്നത്. അവർ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് മക്കളുമായി ഇറങ്ങിപ്പോകുന്നു. അതൊരു കുറിപ്പായി ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. അപ്പോൾ വലിയ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും കുടുംബത്തിൽ, അതായത് ഭർത്താവ് 2 വർഷം മുൻപ് മരിച്ചിരുന്നു. അതിനുശേഷം ഇവർക്ക് ജീവനാംശം അല്ലെങ്കിൽ ഇവർക്ക് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും വീട്ടിൽ നിന്നും ലഭിക്കേണ്ട സ്വത്ത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി ഇവർ ഇറ്റൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. അതിൽ സിറ്റോ ഇടപെട്ട് അത് അവർക്ക് 50 ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഈ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ആ ചർച്ച നടക്കുന്നതിനിടയിലാണ് പക്ഷെ അത് കൃത്യമായി നൽകാൻ ഈ കുടുംബത്തിന് സാധിച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു എഗ്രിമെന്റ് കൃത്യമായി അവർ പാലിച്ചില്ല. ഇതേ തുടർന്ന് ചെറിയ തർക്കങ്ങളൊക്കെ വീട്ടിലുണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ മറന്നുകൊണ്ടാണ് ഇവർ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരെ സുരക്ഷിതരായി കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. പോലീസ് സംഘം അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് പോയ ആളുകളും അവരെ തിരിച്ചു കോട്ടയത്തേക്ക് എത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു ആശ്വാസ വാർത്തയാണ് SK നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ലത്തീഫ് ഒരു കാര്യം തിരുന്നു. ഗുഡ് ഈവനിങ് SKN. ഗുഡ് ഈവനിങ് ലത്തീഫ്. SKN ദുൽഹജ്ജാണ്, ദുൽഹിജ് അല്ല. ഓക്കെ, താങ്കൾ പറഞ്ഞാണ് ശരി, ദുൽഹജ്ജാണ് ശരി. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. മണ്ണിടിഞ്ഞും മരം വീണും പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വീടുകൾക്കും കേടുപാടുണ്ടായി. എറണാകുളത്തെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. കൂടുതൽ വിവരങ്ങളുമായി ഈ വാർത്തകൾ കാണും. തിരുവനന്തപുരം കിളിമാനൂരിൽ മരം കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തു. KSRTC ബസ്സും മറ്റു വാഹനങ്ങളും വനത്തിലെ റോഡിൽ കുടുങ്ങി. തൊടുപുഴയിൽ മഴയെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. ഇരുട്ടുകാനം കല്ലാർ 2ാം മൈൽ വഴിയുള്ള ഭാഗത്താണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല യാത്രാ നിരോധനം 30 വരെ തുടരും. കൊല്ലത്ത് പാണയം മഹാദേവ ക്ഷേത്രത്തിലെ വൻമരവും കാറ്റിലും മഴയിലും കടപുഴകി. കനത്ത കാറ്റിലും മഴയിലും കാലടി പഞ്ചായത്ത് 14ാം വാർഡിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. വിളപ്പിൽ ശാലയിൽ മരം പോസ്റ്റിന് മുകളിലേക്ക് വീണ് പ്രദേശത്തെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കട്ടപ്പന എറണാകുളം സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി നെടുകണ്ടം ആശാരിക്കണ്ടത്തും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പാലക്കാട് അട്ടപ്പാടി കൽക്കണ്ടിയിൽ കഴിഞ്ഞ 5 ദിവസമായി വൈദ്യുതിയില്ല. KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നില്ല എന്നും ജനങ്ങളുടെ പരാതി. അട്ടപ്പാടി കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെ വൈദ്യുതി നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 4-5 ദിവസം കഴിയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ KSEBയിലെ ഓഫീസിലോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു നടപടിയും ഇവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയുമില്ല. നമുക്ക് എല്ലാവരുടെയും ഫോൺ ഉൾപ്പെടെ ഓഫായിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന ഒരാളെ വിളിക്കണമെങ്കിൽ ഫോൺ പോലുമില്ല. കടകളിലും മെഴുകുതിരി വരെ തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. മിനിസ്റ്ററുടെ ഓഫീസ്, KSEBയുടെ ഉന്നത അധികാരികളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസും കിട്ടുന്നില്ല. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. ശ്രീജിത്ത്, ഇത്രയും മണിക്കൂറായിട്ടും അവർക്ക് കറണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമായി പോയി. പറയും. തീർച്ചയായും SKN, അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാലക്കാട് നഗരത്തിലടക്കം ചാറ്റൽ മഴ നിന്നിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടി ശക്തമായ മഴയുണ്ടായിരുന്നു. എന്തായാലും ഇതല്ല പ്രശ്നം. 110 kV ലൈനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരം വീണ് അട്ടപ്പാടി പൂർണ്ണമായി ഇരുട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വീണ്ടും സമയമെടുത്തു. പക്ഷേ നാട്ടുകാരുടെ പരാതി ഈ KSEB ഓഫീസിന് ചുറ്റുമുള്ള മേഖലകളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കൽ നടന്നുള്ളൂ എന്നാണ് നാട്ടുകാരുടെ ഒരു പരാതിയായിട്ട് ഈ നിലവിലുള്ളത്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട്. നാട്ടുകാർക്ക് അവരുടെ ഫോൺ പോലും ചാർജ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലടക്കം വിളിച്ച് പരാതി പറഞ്ഞു. പക്ഷേ മറ്റു തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്ന് പറയുന്നു. KSEB അധികൃതരെ ബന്ധപ്പെടുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല എന്നും പരാതിയുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ വൈദ്യുതി മന്ത്രി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. SKN.
ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ നിയന്ത്രണങ്ങൾ നീട്ടി. ഖനനങ്ങൾക്ക് ഒരറിയിപ്പുണ്ടാകുന്നവരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കിഴക്കൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. മാർമല അരുവി, ഇല്ലിക്കല്ല്, ഇലവീഴ, പുഞ്ചിറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രാ നിയന്ത്രണം 30-ാം തീയതി വരെ നീട്ടി. ദിനേശ് ഹരിപ്പാട് ചോദിക്കുന്നത്, SKN ഈ കപ്പലിലെ കണ്ടെയ്നർ കടൽ മത്സ്യ സമ്പത്തിനെ ബാധിക്കുമോ? എൻ്റെ വീട്ടിൽ അമ്മ ഇന്ന് മീൻ വാങ്ങും, ഇപ്പം മീൻ വാങ്ങണമെന്നൊരു സംശയം. അപ്പോൾ വത്സല പറയുന്നു, മാർക്കറ്റിൽ കിട്ടുന്ന മീൻ മിക്കവാറും 3 മാസത്തെ പഴക്കമുള്ളതാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസമല്ലേ ചരക്ക് കപ്പലിൽ മുങ്ങിയത്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും കാണത്തില്ലെന്നാണ് വത്സല തൊട്ട് താഴെ ഉപദേശിച്ചിരിക്കുന്നത്. ഇതുവരെ എൻ്റെ ദിനേശ് ഹരിപ്പാടെ മീൻ വാങ്ങരുതെന്നോ എന്തെങ്കിലും കാര്യമായിട്ടുള്ള സാധനം കടലിൽ പരക്കുന്നെന്നോ ഒന്നും വാർത്തയില്ല. നെഗറ്റീവായിട്ടുള്ള ഇത്തരം വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കാനും പാടില്ല. കാരണം എത്രയോ ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ഈ കടലിലുള്ളത്. മീൻ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ മീൻ പിടിക്കാൻ പോയില്ലെങ്കിൽ, മീൻ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലൊക്കെ ഗുരുതരമായ ജീവിത പ്രശ്നമാകും അത്. പക്ഷേ ഇതുവരെ അങ്ങനെയുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല. നമ്മൾ വല്ലാതെ ആശങ്ക വെച്ച് പുലർത്തേണ്ട എന്നാണ് എനിക്ക് തൽക്കാലം തോന്നുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പാണ് നിശിതമായ ഒരു കാര്യം പറയേണ്ടത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ട്. വിവിധയിടങ്ങളിൽ കടലാക്രമണവും രൂക്ഷമായിരിക്കുന്നു. മഴയ്ക്കൊപ്പം വ്യാപക നാശനഷ്ടങ്ങളും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഈ ഭാഗങ്ങളിൽ 15 വീടുകളിൽ വെള്ളം കയറി. ചാലിയാർ, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ എന്നിവ കരകവിഞ്ഞതോടെയാണ് പ്രദേശത്ത് വെള്ളം കയറിയത്. വൻതോതിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കപ്പക്കലിൽ കടലാക്രമണത്തെ തുടർന്ന് 3 വീടുകൾ തകർന്നു. ഇന്നലെ രാത്രിയിൽ അതിശക്തമായ കാറ്റടിച്ച് ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് കൂടെ ചെയ്ത്, അപ്പോൾ സൗണ്ട് ഭയങ്കര ചടപടാന്ന് പറഞ്ഞിട്ട് അപ്പൊ മൊത്തത്തിൽ എൻ്റെ വീട് നിലം പതിക്കുക ചെയ്തേ. മലപ്പുറം വണ്ടൂരിൽ സ്വകാര്യ ബസ്സിന് മുകളിൽ മരം വീണ് അപകടമുണ്ടായി. വണ്ടൂർ പുളിയക്കോടാണ് സംഭവം. ഒരു യാത്രക്കാരന് പരിക്കേറ്റു. കാസർഗോഡ് വിദ്യാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. ചൌക്കി സ്വദേശികൾ സഞ്ചരിച്ച കാറിന് മുകളിലാണ് മരം വീണത്. യാത്രക്കാർക്ക് പരിക്കില്ല. കാസർഗോഡ് പനത്തടി റാണിപുരം റോഡിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കിനാനൂർ കരിന്തളം കാരിമുലയിൽ 100ഓളം വാഴകൾ നശിച്ചു. പെരുമ്പട്ട മുള്ളിക്കാട് സ്വദേശി ഷെരീഫിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. എറണാകുളം വട്ടേക്കുന്നത്ത് ശക്തമായ കാറ്റിൽ തേക്ക് മരം കാറിന് മുകളിൽ പതിച്ചു. കോതമംഗലത്ത് മരങ്ങൾ വീണ് വീട് തകർന്നു. വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂരിന് സമീപമായിരുന്നു അപകടം. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയമായതിനാൽ വൻ ദുരന്തമൊഴിവായി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഒഴുക്ക് ശക്തമായതിനാൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനു ശേഷമുള്ള സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ ഷിപ്പിംഗ് മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും കേന്ദ്ര സംഘവും നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഈ ഷിപ്പിംഗ് വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? അറബിക്കടലിൽ MSC എൽസ 3 മറിഞ്ഞിട്ട് ഏകദേശം 3 ദിവസമാകുന്നു. അതിനെന്താണ് സംഭവിച്ചത്, ഏത് ഘട്ടത്തിൽ അത് ചരിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നാളെ ഷിപ്പിംഗ് മന്ത്രാലയം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കേന്ദ്ര ഉദ്യോഗസ്ഥരും ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാകും. ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികളും അവർ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇന്ന് അല്പസമയം മുമ്പ് കോസ്റ്റ് ഗാർഡിൻ്റെതായി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ അവിടെ നിന്നുള്ള എണ്ണ പരക്കുന്നത് തടയുന്നതിന് വേണ്ടി 3ഓളം വരുന്ന വെസലുകൾ ഇപ്പോഴും അവിടെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മലിനീകരണം തടയുന്നതിന് വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു വെസലാണ് സമുദ്ര പ്രഹരി. ആ സമുദ്ര പ്രഹരി അവിടെ കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എയർ ഡ്രോണിയറും അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഏകദേശം 3 ദിവസം ആയി സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കരയിലേക്കൊക്കെ ഈ എണ്ണയുടെ പാളി എത്താറുണ്ട്. എന്നാൽ ഇത്തവണ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും സ്വീകരിച്ച ഒരു പ്രതിരോധ നടപടികൾ അത് ഭാഗികമായെങ്കിലും വിജയം കണ്ടിട്ടുണ്ട്
കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇതുവരെ ആ എണ്ണപ്പാളി കരയിലേക്ക് എത്താതെ തന്നെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് പൂർണ്ണമായും തന്നെ വിജയത്തിലേക്ക് എത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ ഒരുപക്ഷെ കരയിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴും നേവിയും കോസ്റ്റ് ഗാർഡും പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 100ഓളം കണ്ടെയ്നറുകൾ ആ പരിസരത്ത് കണ്ടിരുന്നു എന്നാണ് ഇന്നലെ പുറത്തുവന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. 46 എണ്ണത്തോളം ഇതിനോടകം തന്നെ 3 തീരങ്ങളിലേക്കായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിലേക്ക്, കണ്ടെയ്നറുകൾ അല്ല എങ്കിൽ പോലും അതിലെ വസ്തുക്കൾ തന്നെ പുറത്തേക്ക് വരാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, കടലിന്റെ ഒരു സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ കപ്പൽ മറിഞ്ഞത് ഇതുവരെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഈ എണ്ണപ്പാളികൾ കൂടുതൽ ഇടങ്ങളിലേക്ക് പരക്കാത്തത് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആളുകൾ ഈ മീൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഇതുവരെ കോസ്റ്റ് ഗാർഡോ നേവിയോ പങ്കുവച്ചിട്ടില്ല. അത് പരമാവധി പ്രതിരോധിക്കാൻ, ഈ എണ്ണപ്പാളിയുടെ കടന്നുകയറ്റം പരമാവധി പ്രതിരോധിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നിലവിൽ 2 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഈ എണ്ണപ്പാളി പടർന്നിരിക്കുന്നത്. ഇതിലൊരു വ്യക്തത, ആകത്തുകയായ എന്താണ് സംഭവിച്ചതെന്നും ഇനി എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ നാളെ ഷിപ്പിംഗ് മന്ത്രാലയം വിശദീകരിക്കും. താങ്ക് യു. ജലീൽ കണ്ണമംഗലം ടെലിഫോണിൽ അല്പസമയത്തിനും ചേരും. സൗദി അറേബ്യയിൽ ദുൽഹജ് മാസപ്പിറവി കണ്ടു. നാളെ ദുൽഹജ് 1 ഹജ്ജ് കർമ്മങ്ങൾ ജൂൺ 4 ബുധനാഴ്ച ആരംഭിക്കും. അറഫ സംഗമം ജൂൺ 5-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ടെലിഫോണിലുണ്ട്. ജലീൽ, വിവരങ്ങൾ. സൗദിയിൽ അല്പം മുമ്പാണ് ദുൽഹജ് മാസപ്പിറവി കണ്ടത്. സൗദിയുടെ തമീറിലാണ് മാസപ്പിറവി ദൃശ്യമായത്. ഇത് പ്രകാരം നാളെ ദുൽഹജ് 1 ആയിരിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു. അത് പ്രകാരം ഹജ്ജ് കർമ്മങ്ങൾ ജൂൺ 4 ബുധനാഴ്ച ആരംഭിക്കും. ജൂൺ 5 വ്യാഴാഴ്ച ആയിരിക്കും ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ. ജൂൺ 9 തിങ്കളാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും. അതായത് ഹജ്ജ് കർമ്മങ്ങൾ ജൂൺ 4 മുതൽ 9 വരെ ആയിരിക്കും. ബലിപെരുന്നാൾ ജൂൺ 6 വെള്ളിയാഴ്ചയായിരിക്കും. സൗദിക്ക് പുറമെ ഒമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ജൂൺ 6 തന്നെയായിരിക്കും. ജൂൺ 6 വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും ബലിപെരുന്നാൾ. സൗദിയുടെ പല ഭാഗത്തും ഇന്ന് മാസപ്പിറവി നിരീക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഏതായാലും ഹജ്ജ് തീർത്ഥാടകരെല്ലാം സൗദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഇതിനകം സൗദിയിലെത്തി. 15 ലക്ഷത്തോളം തീർത്ഥാടകർ വിദേശത്ത് നിന്നും ഇത്തവണ ഹജ്ജിനെത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1,32,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ ഹജ്ജ് കമ്മിറ്റി വഴി 1,22,000 തീർത്ഥാടകർ ഹജ്ജിലെത്തുന്നുണ്ട്. ഇപ്പോൾ സൗദിയിലെത്തിയ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള എല്ലാ തീർത്ഥാടകരും മക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവും തുടരുകയാണ്. മറ്റന്നാളാണ് അവസാന വിമാനം കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഉള്ളത്. ഏതായാലും ഹജ്ജ് കർമ്മങ്ങൾ ജൂൺ 4 ബുധനാഴ്ച ആരംഭിക്കുമെന്നാണ് സൗദി സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ജൂൺ 5 വ്യാഴാഴ്ച അറഫ സംഗമം, ജൂൺ 6 വെള്ളിയാഴ്ച ബലിപെരുന്നാൾ, ജൂൺ 9 തിങ്കളാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും. ഓക്കെ, താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. സൗദി അറേബ്യ ദുൽഹജ് മാസപ്പിറവി കണ്ടുവെന്നാണ് പറയുന്നത്. നാളെ ദുൽഹജ് 1 ഹജ്ജ് കർമ്മങ്ങൾ ജൂൺ 4 ബുധനാഴ്ച ആരംഭിക്കുമെന്നും ജലീൽ റിപ്പോർട്ട് ചെയ്യുന്നു സൗദി അറേബ്യയിൽ നിന്ന്. അരുൺ ജി മുട്ടട ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഞാൻ വായിക്കുന്നത്. പല കാര്യങ്ങളിലും ശക്തമായ അഭിപ്രായവും വിമർശനവും രേഖപ്പെടുന്നതുകൊണ്ട് SKN-നും 24-നും എന്നോട് ദേഷ്യം ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതിരിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറരുത്. എൻ്റെ മുട്ടടയെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. മുട്ടട വിമർശിക്കണം. മുട്ടട വിമർശിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്. ചിലപ്പോൾ ചില സമയപരിമിതി കൊണ്ടോ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ താങ്കൾ ഉന്നയിച്ച ഒരു കാര്യം വിശദമായി പ്രതിപാദിച്ച് അതൊരു വിവാദമാക്കേണ്ട എന്ന് തോന്നിയതുകൊണ്ടൊക്കെ ആയിരിക്കും ചില കാര്യങ്ങൾ കാണാതെ പോകുന്നു. മാത്രമല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോട്ടെ. അല്ലാതെ അരുൺജി മുട്ടടയുടെ 24-നോ എനിക്കോ യാതൊരു പ്രശ്നവുമില്ല. താങ്കൾ വിമർശനങ്ങൾ തുടരണം. വിമർശിക്കുന്നവരെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ എഴുതി ചോദിച്ചിരിക്കുന്നു, അവിടുത്തെ വാർത്തകൾ വിളിച്ചു പറയാൻ വേണ്ടി ഒരു നമ്പർ വേണം. അപ്പോൾ ഈ നമ്പർ നിങ്ങൾക്ക് മഴ വാർത്തകളും ദൃശ്യങ്ങളും വായിക്കാനും മറ്റ് അത്യാഹിതങ്ങൾ അറിയിക്കാനും ഒക്കെ ഉപയോഗിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് 6235968937 6235968937. ഈ നമ്പറിൽ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ വായിക്കാം, നിങ്ങൾക്ക് അതുപോലെ വാർത്തകളും ഒക്കെ അയക്കാം. അട്ടപ്പാടിയിൽ നിന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ നമ്പർ കാണിക്കുന്നത്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് അടിയന്തരമായി നീക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നു. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് അടിയന്തരമായി നീക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സിവിൽ ഡിഫൻസിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തി നീക്കം ചെയ്യാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കണ്ടെയ്നറുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് ജില്ലാ കളക്ടേഴ്സിൻ്റെ യോഗം വിളിച്ചു.
അജീഷ് ജയകുമാർ തിരുവനന്തപുരം വിവരങ്ങൾ നൽകും. പറയൂ അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. ഈ കണ്ടെയ്നർ കടലിൽ മറിഞ്ഞ കണ്ടെയ്നർ തീരത്തടിഞ്ഞത് വഴി ഒരുപാട് പ്ലാസ്റ്റിക്കുകളാണ് കഴിഞ്ഞ 2 ദിവസമായി കേരള തീരത്ത് എത്തിയത്. ഇത് വലിയ രീതിയിൽ നാട്ടുകാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. ഈ സിവിൽ ഡിഫൻസിന്റെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഈ കണ്ടെയ്നറിൽ നിന്ന് തീരത്തടിഞ്ഞ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. ഇതായിരുന്നു നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി 3 ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ യോഗമായിരുന്നു ചീഫ് സെക്രട്ടറി വിളിച്ചത്. ഈ യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. എല്ലാ ജില്ലകളിലും വിവരങ്ങൾ അതാത് ജില്ലാ കളക്ടർമാർ നേരിട്ട് മാധ്യമങ്ങൾക്ക് നൽകുന്നതായിരുന്നു രീതി. അതിനി അങ്ങ് വേണ്ട. ഇനി സംസ്ഥാന സർക്കാരിന്റെ ഒരൊറ്റ പോയിന്റ് വഴി ആ വിവരങ്ങൾ കൈമാറിയാൽ മതി. തീരത്തടിക്കുന്ന വസ്തുക്കൾ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കാം. ഈ പ്രോട്ടോകോൾ ജില്ലാ കളക്ടർമാർക്ക് കൈമാറി അത് നടപ്പിലാക്കുകയും വേണം. യാതൊരു കാരണവശാലും ഇവിടെ അടുത്തേക്ക് ആളുകൾ പോകരുത്. നിലവിൽ ഈ കണ്ടെയ്നറുകൾ കാണാനും മറ്റും ഈ തീരത്തേക്ക് ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് വേണ്ട, ഇനി മുതൽ അത് വേണ്ട. മാത്രമല്ല, വേണമെങ്കിൽ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിന്റെ സേവനം കൂടി ഉപയോഗിക്കാവുന്നതാണെന്നും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരെ അതിന് സജ്ജമാക്കണം. അതായത് സിവിൽ ഡിഫൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫയർഫോഴ്സിന്റെ ഒരു മേൽനോട്ടത്തിൽ ഇവിടെ അടിഞ്ഞുകൂടിയ ഈ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ ഈ കണ്ടെയ്നറിനകത്ത് ഉപയോഗിക്കുന്ന സ്പഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ ഇത് നീക്കം ചെയ്യാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും ഇന്ന് ചേർന്ന ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീലച്ചു ശ്രീദേവ് പറഞ്ഞത് SKN തിരുവനന്തപുരം പേരൂക്കടയിൽ കരകുളത്ത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഡ്രെയിനേജ് വേസ്റ്റ് വാട്ടർ ഒഴുകുന്നുണ്ട്. പഞ്ചായത്തിൽ പരാതി കൊടുത്ത് മടുത്തു, മഴക്കാലമാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ടും എന്താണ് പഞ്ചായത്ത് തിരിഞ്ഞു നോക്കാത്തതെന്നൊരു ചോദ്യം ബാക്കിയാകുന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. ഇടപ്പള്ളിയിൽ ഒരു 13 വയസ്സുകാരനെ കാണാനില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായിരിക്കുന്നത്. അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയാണ് ഇപ്പോൾ കാണാതായി എന്ന് പരാതി വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് കുട്ടിയെ കാണാതായത്. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് കുട്ടിയുടെ ദൃശ്യം. നിങ്ങളൊന്ന് കണ്ടോളൂ. ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് ഈ 13-കാരനെ കാണാതായത്. കൊച്ചിയിലെ അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതിയതിന് ശേഷം ഈ കുട്ടിയെക്കുറിച്ച് വിവരമില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അമൽ സുരേന്ദ്രൻ ടെലിഫോണിലുണ്ട്. അമൽ സുരേന്ദ്രൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? SKN ഏതായാലും കുട്ടിയുടെ പിതാവും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇടപ്പള്ളി ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഈ കുട്ടിയെ എക്സാമിന് വേണ്ടിയിട്ട് ഇടപ്പള്ളിയിലുള്ള സ്വകാര്യ സ്കൂളിൽ എക്സാമിന് വേണ്ടിയിട്ട് വന്നതാണ് ഈ കുട്ടി. പിന്നീട് അവിടുന്ന് എക്സാം എഴുതിയതിനു ശേഷം 9:30 കൂടി തന്നെ ഈ കുട്ടി അവിടെ നിന്ന് പുറത്തിറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ 9:30 ശേഷം ഈ ഇടപ്പള്ളി ഭാഗത്ത് കൂടി കുട്ടി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഏതായാലും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കുട്ടി പോയ ദിശയിലേക്ക് ആണ് പോലീസിന്റെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി പോലീസും ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടി ഇളമക്കര സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഇളമക്കര സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ഇളമക്കര പോലീസാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇളമക്കരയിലെ മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. ഷിഫാൻ, എവിടെയെങ്കിലും വെച്ച് ഈ TV-യിലെങ്ങാനും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മോൻ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു വലിയ ഷോറൂമിൽ കയറി അവിടെ ഇരിക്കുന്ന ഓണറോട് പറയൂ, അതല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനോട് കയറി ചെന്നവരെ പറയൂ, വേഗം വീട്ടിലേക്ക് മടങ്ങുക, അവിടെ ആളുകൾ കാത്തിരിക്കുകയാണ് എന്നറിയാമല്ലോ. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ അഗളി പോലീസ് കേസെടുത്തു. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ, ക്ലീനർ എന്നിവർക്കെതിരെയാണ് കേസ്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. പറയൂ ശ്രീജിത്ത്, പറയൂ. SKN, ഗുഡ് ഈവനിങ്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ 24-നായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അതിക്രൂരമായിട്ടാണ് ഈ ആദിവാസി യുവാവ് 19 വയസ്സുകാരനായ സിജു വേണു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആദിവാസി യുവാവിന്റെ പേര്. ഇദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിന് മുകളിലേക്ക് ആദ്യം മദ്യപിച്ച് വാഹനത്തിന് മുൻപിലേക്ക് വന്നു എന്നാരോപിച്ചായിരുന്നു ആദ്യ മർദ്ദനം. മർദ്ദനം സഹിക്കാതെ വന്നതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. തുടർന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ഈ കല്ല് നേരെ വന്ന് ഈ ആക്രമിച്ച ആളുകൾ സഞ്ചരിച്ച
സഞ്ചരിച്ച പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലിൽ കൊള്ളുകയായിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്ത് ഇന്നാണ് വന്നത്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ശരീരത്തിൽ ആകമാനം വേദന കൊണ്ട് പുളഞ്ഞ സിജു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ തന്നെ, ഇന്ന് രാവിലെയോടുകൂടി ഇത് വാർത്തയാകുമെന്ന് ഉറപ്പായതോടുകൂടി പോലീസ് മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായി. രണ്ടുപേർ, അവർ ഷോളയൂർ സ്വദേശികളാണ് എന്നാണ് പറയുന്നത്. ഇതിൽ രണ്ടുണ്ട് കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സംഘർഷമുണ്ടായി, ഒരു അടിപിടി നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പ്രതികളെ ഉടൻ തന്നെ പിടിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ. SKN. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരാണ് വിവരങ്ങൾ നൽകിയത്. ജെറാൾഡ് പറഞ്ഞ SKN ഇനിയെങ്കിലും ചാനലുകളിൽ വികസന ചർച്ചകൾ വേണം എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് നോക്കാം. ഇപ്പോൾ വരുന്നൊരു വാർത്ത ശ്രീജിത്ത് നൽകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കും. സംസ്ഥാന കൗൺസിലിൻ്റെതാണ് ഈ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിനായി ജൂൺ 1 വീണ്ടും സംസ്ഥാന കൗൺസിൽ ചേരും. കോട്ടയത്ത് വെച്ചായിരിക്കും യോഗം. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കക്കോട്ട്, പൈലി വാത്യാട്ട് എന്നിവരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BDJSന് മേൽ BJPയുടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. അവസാനം തീരുമാനം വന്നു. BDJS നിലമ്പൂരിൽ മത്സരിക്കും NDAയുടെ ഘടകകക്ഷിയായിട്ട്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ രഹസ്യം ചോർത്തിയ പോലീസുകാരെ തിരിച്ചെടുത്തതിൽ അന്വേഷണം നടത്താൻ സർക്കാർ നിർദ്ദേശം. PV അൻവറിന് SOG രഹസ്യം ചോർത്തിയ 2 IRB കമാൻഡോകളെ തിരിച്ചെടുത്തതിലാണ് സർക്കാരിൻ്റെ അന്വേഷണം നടക്കാൻ പോകുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി DGPക്ക് ഇത് പ്രമാണിച്ച് കത്തയച്ചു. ഹോം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൻ്റെ പകർപ്പ് 24 കിട്ടി. 24 ബിഗ് എക്സ്ക്ലൂസീവുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എപ്പോഴാണ് ഈ ഉത്തരവ് ഇറങ്ങിയത്? പറയും. SKN അടിയന്തരമായ അന്വേഷണം നടത്താൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ നിർണായകമായി ഈ കേസിനെ കാണുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SOG രഹസ്യം മുൻ നിലമ്പൂർ MLA PV അൻവറിന് ചോർത്തിക്കൊടുത്തത് അന്വേഷിച്ചു. ആ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഇല്യാസിനെയും അതുപോലെ തന്നെ ഈ ഫയസ് സബാസ്റ്റിനെയും ഇവരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ സസ്പെൻഡ് ചെയ്തത് അതിവേഗം രഹസ്യമായി തിരിച്ചെടുത്തു. 24 ആയിരുന്നു ഈ വാർത്ത പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് DIG ആ തിരിച്ചെടുത്ത നടപടി മരവിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഇപ്പോൾ സർക്കാർ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിരിക്കുന്നു. കാരണം SOG എന്ന് പറഞ്ഞാൽ രാജ്യത്ത് തന്നെ തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ നടത്തുന്ന, അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസിൻ്റെ ഒരു സേനയാണ്, ഒരു സൈന്യമാണ്. ആ SOGയുടെ രഹസ്യമാണ് ചോർത്തിയത്. ആ ചോർത്തിയ ആളെ ഈ അവിടുത്തെ കമാൻഡന്റ്, IRB കമാൻഡന്റ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്തതിലെയാണ് അന്വേഷണം. അതായത് ഇതിൽ രാഷ്ട്രീയമായ ബന്ധമുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് ഷെയ്ഖ് ദർവേർ സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രേഖാമൂലമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതും ഹോം അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. അടിയന്തര റിപ്പോർട്ട് പരിശോധിച്ച് നൽകണമെന്നതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. SKN. ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.